ഡോക്ടർ ശശി തരൂരിന്റെ കാര്യത്തില്ലേ സംസ്ഥാന കോൺഗ്രസ് ആകെ പുലിവാല പിടിച്ച പോലെയാണ്, ഓരോരോ കാര്യങ്ങൾ വരുന്നു. പക്ഷെ അദ്ദേഹം ആണെങ്കിൽ ആ ലേഖനം എഴുതുന്നു, വലിയ എതിർപ്പ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഹൈക്കമാൻഡ് അടക്കം ഇടപെട്ടിട്ടും വഴങ്ങുന്നില്ല തരൂർ എന്നുള്ളതാണ് ഇന്നലത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ. അപ്പൊ അവരുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവഗണിക്കാം എന്നുള്ളതാണ്. കാരണം ഇതിൽ പിടിച്ച് പുറകെ പോയി വലിയ പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അനൈക്യമുണ്ട് എന്നുള്ളത് പൊതുവിൽ ഒരു അഭിപ്രായം ഉയർന്നു വന്നാൽ അത് അവർക്ക് ദോഷമാകും. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ അത് അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോട്ടെ, ഹൈക്കമാൻഡ് തീരുമാനിച്ചോളും. മാത്രമല്ല വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് തന്നെ ശശി തരൂരിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലാണ് വി ഡി സതീശൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ. റിപ്പോർട്ട് വേണം. നിരന്തരം ശശി തരൂർ വിവാദ പ്രസ്താവനകൾ ആവർത്തിക്കുന്നത് മനഃപൂർവ്വമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ശശി തരൂരിന് മറുപടി പറഞ്ഞ ആ കെണിയിൽ വീഴേണ്ടതില്ലെന്നാണ് നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പാർട്ടിക്കുള്ളിലെ വിവാദം ഗുണകരമാവില്ലെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. ശശി തരൂർ മനഃപൂർവ്വം വാർത്തകളിൽ ഇടം പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നേതാക്കൾക്കിടയിൽ സംസാരമുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തിയ തരൂർ സംസ്ഥാനത്തെ നേതൃത്വത്തെ രൂക്ഷമായി പരിഹസിച്ചു. സന്തോഷമുണ്ട്, ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്ന കേട്ടിട്ട് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. തരൂരിന്റെ പ്രസ്താവനയിൽ അമർഷമുണ്ടെങ്കിലും ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണം വിലക്കിയതിനാൽ നേതാക്കൾ തൽക്കാലം മൗനം തുടർന്നേക്കും. അതേസമയം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷവും തരൂർ നിലപാട് ആവർത്തിക്കുകയാണ്. ശശി തരൂരിന്റെ ഉദ്ദേശം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ ഘടകകക്ഷികൾക്കും ഇപ്പോഴത്തെ വിവാദത്തിൽ അതൃപ്തിയുണ്ട്. വിവാദങ്ങൾ അവസാനിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരുങ്ങാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.